ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നെവിൻ എന്ന മത്സരാർത്ഥിയുടെ ഗെയിമിനെ പറ്റിയിട്ടാണ്. പുള്ളിക്കാരൻ അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ശിവ എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ദയവ് ചെയ്ത് നെവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കുറേ ആളുകൾക്ക് കുരുപൊട്ടും. അതെന്തിനാന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ശരിക്കും അവിടെ ഭക്ഷണം കഴിക്കാനും തിന്നും കുടിച്ചും കിടക്കാനായിട്ട് വന്ന ആളാണോ എന്നാണ് എൻ്റെ സംശയം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടാസ്കിൽ ഉപയോഗിക്കാൻ കൊടുക്കുന്ന സാധനങ്ങൾ വരെ മോഷ്ടിച്ച് തിന്നുക, അടിച്ചു മാറ്റി വെക്കുക, നശിപ്പിക്കുക, ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഒരു വേലയെന്ന് പറയുന്നത്. ശരിക്കും വളരെ മോശമായിട്ടുണ്ട്. ആദ്യം നെവിൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നെവിൻ ആദ്യം കാണിച്ചിട്ടുള്ള ഇതുപോലെയുള്ള കുത്സിതങ്ങളൊക്കെ ആളുകൾ സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ഫണ്ണായിട്ട് ഒരു ക്യൂട്ട് ബോയ് കാണിക്കുന്ന ആ ഒരു ഇതായിട്ട് മാത്രം കണക്കാക്കി. പക്ഷേ ഇപ്പോൾ അവസരം മുതലെടുത്തിട്ട് നെവിൻ്റെ വിചാരം നെവിൻ പുറത്ത് എന്തോ സംഭവമാണെന്നാണ് നെവിൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഒരു പരിധിവരെ ലാലേട്ടനും ഉത്തരവാദിയാണ്. കാരണം ഈ നെവിൻ്റെ ക്യൂട്ട്നെസ് ഒക്കെ കാണുമ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര മോനെ എങ്ങനെയുണ്ട് മോനെ മക്കളെ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഈ പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ പുള്ളിയെ പുറത്ത് ആളുകളൊക്കെ എടുത്ത് തലയിൽ വെച്ച് എന്തൊക്കെയോ ഭയങ്കര സംഭവമാക്കി വെച്ചിരിക്കുന്നതാണെന്നാണ് ഈ നെവിൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നെവിൻ അങ്ങനെ തന്നെ ആണെന്ന് ഇരിക്കട്ടെ, പുറത്ത് നെവിന് അങ്ങനെ തന്നെ നല്ലൊരു ഇമേജ് ഉണ്ടെന്നിരിക്കട്ടെ, നല്ല കാര്യം തന്നെ. പക്ഷെ അപ്പോഴും ഈ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കിടന്ന് ഭക്ഷണം മോഷ്ടിച്ച് വെക്കുക, മോഷ്ടിച്ച് കഴിക്കുക, ഒരു ടാസ്ക് കൊടുത്താൽ അതിൽ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ ജ്യൂസ് ആണെങ്കിലും എന്താണെങ്കിലും അത് അപ്പം തന്നെ അടിച്ചു മാറ്റി തിന്നുക. ഇപ്പൊ ലാലേട്ടൻ വന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ കണ്ടതാണ് തോരനും മറ്റാരോ കഴിച്ചിട്ട് അവിടെ വെച്ചിരുന്ന പായസവും. ആ ഒരു സമയത്ത് അവിടെ കൊണ്ടുവച്ചിരുന്ന കഴിക്കാനുള്ള ധൈര്യം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇവനെ ശരിക്കും ഭക്ഷണം കണ്ടിട്ടില്ലാതെ കിടന്നൊരു വ്യക്തിയാണെന്ന് തോന്നിപ്പോവും. കാരണം മറ്റൊന്നും ഉണ്ടല്ലോ, എന്തുവാടെ നെവിനെ പോലെ തന്നെയാണ് ആ ഒരു ബിഗ് ബോസ് വീട്ടിനുള്ളിലുള്ള എല്ലാ മത്സരാർത്ഥികളും ഭക്ഷണം അവരവരുടെ വീട്ടിൽ വെച്ച് കഴിക്കുന്നത് പോലെ അത്രയും സ്വാതന്ത്ര്യമായിട്ടും അത്രയും ഇഷ്ടത്തോടു കൂടിയും കഴിക്കാൻ കിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ അല്ലാതെയുള്ള ലൈഫിൽ എത്ര ഭക്ഷണം വേണമെങ്കിലും അവരവരുടെ വീട്ടിൽ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ പുറത്തു നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് കഴിക്കാം. അങ്ങനെ എവിടെ നിന്ന് വേണേലും നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ബിഗ് ബോസ് വീടിനുള്ളിൽ എടുക്കുന്ന ഭക്ഷണത്തിനും കഴിക്കുന്ന ഭക്ഷണത്തിനും ഒക്കെ ഒരു അളവുണ്ട്, ഒരു കൃത്യതയുണ്ട്, റേഷനാണത്. അപ്പോൾ അത് മനസ്സിലാക്കി ജീവിക്കാണ്ട് അതെല്ലാം പോട്ടെ, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും പോട്ടെ എന്ന് നമുക്ക് വെക്കാം. ഇത് ഒരു ടാസ്ക് കൊടുത്താൽ ആ ഒരു ടാസ്കിൽ കിട്ടുന്ന സാധനങ്ങൾ പോലും, ടാസ്കിൽ കളിക്കാനായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകൾ പോലും എടുത്ത് അടിച്ചു മാറ്റി വെച്ചിരുന്ന് കഴിക്കുക. എന്തുവാ നെവിൻ്റെ ഗെയിമിൻ്റെ പോക്കൊക്കെ എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ ഓരോ ദിവസം ചെല്ലും തോറും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വെറുപ്പിൻ്റെ അങ്ങേയറ്റം ആയിക്കൊണ്ടിരിക്കുകയാണ് നെവിൻ. അപ്പോൾ എന്തായാലും നെവിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.